وساء ساوة أن غلت بحيرتها ورد واردها بالغيظ حين ضمي. സാവയെ ദുഃഖിപ്പിച്ചു. അഥവാ പേർഷ്യക്കാര് വളരെ പുണ്യമായി കണ്ടിരുന്നൊരു സ്ഥലമാണ് സാവ. അവിടെ അവർക്ക് ദേവാലയങ്ങളാലും വിഗ്രഹങ്ങളാലൊക്കെ ചുറ്റപ്പെട്ട ഒരു തടാകം ഉണ്ടായിരുന്നു. അതാണ് സാവ തടാകം. ആ സാവ തടാകവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന രാത്രിയിൽ വറ്റിപ്പോയി. അതിലേക്കുള്ള ഒഴുക്കെല്ലാം നിലച്ചുപോയി. അതാണ് പറയുന്നത് സാവയെ ദുഃഖിപ്പിച്ചു. എന്താണ് ദുഃഖിപ്പിച്ചത്? ഓലത്തു ബുഹൈറത്തുഹ, അതിന്റെ തടാകം വറ്റിപ്പോയി. ആ കാര്യം സാവയെ വല്ലാതെ ദുഃഖിപ്പിച്ചു. വറുദ്ദ വാരിദുഹ ബിൽ ഗൈളി ഹീന ളമി, അവിടെ സന്ദർശിക്കാനും അതുപോലെ തന്നെ സാവ തടാകത്തെ പ്രതീക്ഷിച്ചൊക്കെ വന്ന ആളുകൾ ക്ഷീണിച്ച് അവശരായപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ തടാകത്തിൽ വെള്ളം കാണാതെ ക്ഷുഭിതരായി അവർ തിരിച്ചയക്കപ്പെട്ടു. ആ കാര്യവും സാവയെ ദുഃഖിപ്പിച്ചു. സാവ തടാകത്തിലെ വെള്ളം അവർ പുണ്യമായി കാണുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ തെളിഞ്ഞ നല്ല കുടിനീരാണ്. അപ്പൊ അത് പ്രതീക്ഷിച്ച ആളുകൾ വന്നു നോക്കുമ്പോൾ അവിടെ വെള്ളം കാണാനില്ല. അവരുടെ തീക്കുണ്ഠാരമാണെങ്കിൽ അത് നിശബ്ദമായി പോയിരിക്കുന്നു, നിശ്ചലമായിരിക്കുന്നു. അതിൻ്റെ ജോലകളൊക്കെ കെട്ടുപോയിരിക്കുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോൾ അവർ ദേഷ്യപ്പെട്ട സന്ദർശകരൊക്കെ മടങ്ങിപ്പോയി. അതെല്ലാം സാവയെ ദുഃഖിപ്പിച്ചിരിക്കുന്നു. ഈ ദുഃഖം, വിഷമെന്നൊക്കെ പറയുന്നത് മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരാണല്ലോ. അതെങ്ങനെ സാവക്കുണ്ടാവും? അപ്പൊ സാവയെ ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സാവയുടെ ആളുകൾ ആരാണോ അവരെ, ആ മജൂസികളായിട്ടുള്ള ആളുകളെ ഇതെല്ലാം ദുഃഖിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം.